നമസ്കാരം. മാസപ്പടി കേസിലെ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരുമ്പോൾ പ്രതിസ്ഥാനത്തേക്കുള്ള വിരലുകൾ ചൂണ്ടുന്നത് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണയിലേക്കാണ്. എന്തായാലും കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം നിർണായകമായൊരു പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. വെറുമൊരു സാമ്പത്തിക ക്രമക്കേട് എന്നതിനപ്പുറം രാഷ്ട്രീയപരമായും നിയമപരമായും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന തലത്തിലേക്കാണ് ഇഡിയുടെ നീക്കങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അന്വേഷണത്തിന്റെ നിലവിലെ പുരോഗതികൾ വിലയിരുത്തുമ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ കേസിൽ പ്രതിയാകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നതാണ് സൂചന. അതായത് കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യതകളാണ് അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി വരുന്നുണ്ട്. അതായത് കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും ചോദ്യം ചെയ്യുന്നത് ഇഡിയുടെ സജീവ പരിഗണനയിലുണ്ട് എന്നാണ് വിവരം. നേരത്തെ കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന അന്വേഷണം ഇപ്പോൾ നേരെ എന്ത് ചെയ്തു, വീണയുടെ വ്യക്തിഗത സ്വത്തുകളിലേക്കും വിപുലീകരിച്ചിരിക്കുകയാണ്. ഇതിന്റെ വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഇഡി ഉദ്യോഗസ്ഥർ നടത്തിയ അപ്രതീക്ഷിതമായ പരിശോധന. കണ്ണൂരിലെ പാതിരിയാട് പിണറായി വില്ലേജുകളിലാണ് ഇഡി സംഘം നേരിട്ടെത്തി പരിശോധന നടത്തിയത്. വില്ലേജ് ഉദ്യോഗസ്ഥരെ ഒപ്പം കൂട്ടി വീണയുടെ പേരിലുള്ള ഭൂമിയുടെ രേഖകളും കൃത്യമായ അതിരുകളും ഉദ്യോഗസ്ഥർ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയായിരുന്നു. എന്തായാലും പാതിരിയാട് വില്ലേജ് ഓഫീസിലെത്തിയ ഇഡി സംഘം സ്പെഷ്യൽ വില്ലേജ് ഓഫീസർക്കൊപ്പം പിണറായിയിലെ വസതിക്ക് സമീപമുള്ള സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. തുടർന്ന് പിണറായി വില്ലേജ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഇലക്ട്രിസിറ്റി സബ് സ്റ്റേഷന് സമീപമുള്ള സ്ഥലത്തിന്റെ വിശദാംശങ്ങളും ചോദിച്ചറിഞ്ഞു. ആദ്യഘട്ടത്തിൽ എക്സാലോജിക് കമ്പനിയുടെ ബംഗളൂരു, കൊച്ചി ഓഫീസുകളിലെ രേഖകളും CMLRന്റെ ബാങ്ക് ഇടപാടുകളുമായിരുന്നു ഇഡിയുടെ പ്രധാന പരിശോധനാ വിഷയം. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും സ്വത്തുക്കളുടെ ശേഖരണത്തിലേക്ക് അന്വേഷണം നീളുന്നത് കേസിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. എന്തായാലും വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നതിന് തൊട്ടു മുൻപാണ് ഇഡി ഇത്തരമൊരു നിർണായക നീക്കം നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സ്വത്ത് വിവരങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷമാകും പുതിയ ചോദ്യം ചെയ്യലിന്റെ ഘട്ടം ആരംഭിക്കുക. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപായി അന്വേഷണത്തിലെ എല്ലാ വിടവുകളും അടയ്ക്കാനാണ് ഇഡിയുടെ നീക്കം. വീണയുടെ സാമ്പത്തിക സ്രോതസ്സുകളും ഭൂമി ഇടപാടുകളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പരിശോധനയുടെ ഏജൻസി ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ മാസപ്പടി കേസിൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കപ്പെടാനും വീണ പ്രതിപട്ടികയിൽ ഇടം പിടിക്കാനുമുള്ള സാധ്യത ഏറെയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാവുന്ന ചോദ്യം ചെയ്യലുകളും കേസിൽ അടുത്ത ദിവസങ്ങൾ കളമൊരുങ്ങും.